പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ഗ്രഹത്തിൽ നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങളെ സമ്പാദിക്കാതിരിക്കേണ്ടതായിരുന്നു. 17 വാക്യം കൂടെ എവിടെക്കറിയാണ്? 14 രാത്രിയും പകലുമായി അവിടെ സൂര്യനെയും കാണാനില്ല, ചന്ദ്രനെയും കണ്ടു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലം എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. റൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശം. വളരെ നാളുകളായി സൂര്യനെയോ ചന്ദ്രനെയോ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ലോകം നിന്നോട് പറയും, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. മെഡിക്കൽ സയൻസ് പറയും, കൂടി വന്നാൽ 3 മാസം, ഇല്ലെങ്കിൽ 6 മാസം. നിന്റെ ബിസിനസ് പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. നീ എക്സാം എഴുതി പാസ്സാകാൻ പോകുന്നില്ല. നിന്റെ ബിസിനസും നിന്റെ അഗ്രികൾച്ചറും എല്ലാം going to close. ശൂന്യത മാത്രം മുമ്പിൽ കണ്ടിട്ടുള്ള യാത്ര, ഇരുട്ട് മാത്രം, നിലവിളി മാത്രം. ഇന്ന് പകരക്കാല പ്രിയ ദൈവമേ, നിന്റെ ജീവിതത്തിന് ഏതെങ്കിലും വിഷയത്തിന്റെ മുമ്പിൽ നീ നെടുവേർപ്പെടുന്നുണ്ടെങ്കിൽ, നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീ നിരാശയാകുന്നുണ്ടെങ്കിൽ, നിന്റെ രോഗത്തെ കുറിച്ചോ നിന്റെ കുടുംബത്തെ കുറിച്ചോ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചോ നീ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു രക്ഷയുടെ വഴി നിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. Praise God. Hallelujah. അങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ പോയി. അങ്ങനെ താഴ്ത്തു വരുമ്പോഴാണ് പറഞ്ഞത്, രാത്രി താൻ മാത്രം 1275 പേരുള്ള കപ്പലിൽ താൻ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്റെ കർത്താവ്, ഞാൻ സേവിക്കുന്നവരുമായ ദൈവം രാത്രി തന്റെ ദൂതനെ അയച്ചു. 23 എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. എന്താണ് മെസ്സേജ്? പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കാഴ്ചപ്പാടുകളുടെ കൂട്ടത്തെ കൂടുന്നവനും രക്ഷപ്പെടും. ഹല്ലേലൂയ. ദൈവകൃപയും വിഷയമുള്ളവന്റെ കൂടെ പോയാൽ നീ രക്ഷപ്പെടും. ഈ ലോകത്തിലെ മാത്രം കാര്യങ്ങളെ പഠിപ്പിച്ച് ഭൂമിയിലെ കാര്യങ്ങളെ ചിന്തകളെ മാത്രം കൊടുക്കുന്നവന്റെ കൂടെ പോയാൽ രക്ഷപ്പെടത്തില്ല. നിത്യനെ കുറിച്ചുള്ള പ്രസംഗങ്ങളൊന്നും ഇല്ലാതായിരിക്കുക. കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയുള്ള മെസ്സേജുകളൊന്നും ഇപ്പൊ ഇല്ല. അവരോട് ആരും പണങ്ങരുത്. കർത്താവ് വരുന്ന കാര്യത്തെ പറ്റിയുള്ള ഒരു ചിന്തയൊന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ അസ്തമിച്ചിരിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ കാത്തിരിക്കുന്നവരുണ്ട്. രാത്രി ഒരുക്കത്തിന്റെ ഒരു പ്രാർത്ഥന, അല്ലേ? പ്രിയ ദൈവജനമേ, ലോകത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളും ചിന്തകളും മാത്രമേ ഉള്ളൂ. നിത്യതയെ പറ്റിയുള്ള ഒന്നുമില്ല. നമുക്ക് പ്രത്യാശ തരുന്ന, നമുക്ക് ധൈര്യം തരുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ പണിയുന്ന, നമ്മെ ഉയർത്തുന്ന സന്ദേശങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൊറോണ സമയത്ത് ചങ്ങാതി പ്രാർത്ഥിക്കാൻ വേണ്ടി പാസ്റ്റർ പോവാം. അപ്പൊ ഗേറ്റിൽ തന്നെ സാനിറ്റൈസർ വെച്ചിരുന്നു. ഗേറ്റ് ലോക്ക്, ഡോർ ലോക്ക്, എല്ലാം ലോക്കാം. അവിടെ ചെന്ന് വിളിക്കുക, പക്ഷേ പാസ്റ്റർ ചെറിയ ജെല്ല് നോക്കി ആരാ വൈശാനോ എന്താ പക്ഷെ പ്രാർത്ഥിക്കണം. ചുമയാ പോക്കാം വിട്ട വേണ്ടി കഴിഞ്ഞ ദിവസം ഇതുപോലെ ചുമച്ചിട്ട് ആറ്റിപ്പോയിരിക്കുക. വെറുതെ നമുക്ക് ചുമയാക്കണം എന്ന് ഞാനിതെല്ലാം തുറന്നു വിട്ടി അവിടെ വന്നിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുറയണമെന്ന് ഞാൻ ശരിക്കും നീ അവിടെ വണ്ടി തുടങ്ങും. വേറെ ദേവദാസന്റെ അടുത്തിരുന്നു. പുള്ളി അനപ്പട്ടിനെയാണ്. പുള്ളി വീടിന് ചർച്ചയിൽ ഗേറ്റൊന്നുമില്ല, 24 hours ഓപ്പണാ. വാതിലും തുറന്നിട്ടിട്ടുണ്ട്, ജനലെല്ലാം തുറന്നിട്ടുണ്ട്.
ഈ ചങ്ങാതി തലയിലെങ്ങനെ മൂടി കെട്ടി ചെടിയൊക്കെ വെച്ച്